നമുക്ക് ആവശ്യമുള്ള മുട്ട, എനിക്ക് 3 മുട്ടയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ 3 മുട്ട ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം, കാരണം മഞ്ഞൾപ്പൊടി അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതില്ലാതെ വരാൻ നന്നായിട്ട് അടിച്ച് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെക്കുക. ഉണ്ണിയപ്പച്ചട്ടി ചൂടാകുമ്പോൾ അതിൻ്റെ ആ ഭാഗത്തേക്കും എണ്ണയൊന്നങ്ങ് തേച്ച് പിടിപ്പിക്കുക. എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഈ ഉണ്ണിയപ്പത്തിൻ ചട്ടിയുടെ കുഴികളിലേക്ക് കുറേശ്ശെ കോരി ഒഴിക്കുക. അത് നന്നായിട്ട് നിറയേണ്ട 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒരടപ്പ് വെച്ചങ്ങ് അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് അടിഭാഗം വെന്ത് വരും. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് അത്രയും എണ്ണയൊന്നും വേണ്ട. എണ്ണ ഇതിൻ്റെ കുഴികളിലൊന്ന് തേച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഉള്ളിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം ചേർന്നാണ് വരുന്നത്. എരിവ് നമ്മളുടെ കറിയിലുള്ളത് കൊണ്ടാണ് മുട്ടയിൽ സെപ്പറേറ്റ് പച്ചമുളക് ഇടാത്തത്.